ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള കപ്പ കട്ട്ലറ്റ് ആണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ടൊരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഫ്രൈഡ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കപ്പ വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ കട്ട്ലറ്റിൻ്റെ മസാലക്കൂട്ട് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. കട്ട്ലറ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പ്ലേറ്റിൽ 10 ടേബിൾ സ്പൂൺ റവയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട്ലറ്റിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 5 ടേബിൾ സ്പൂൺ മൈദയിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റിൻ്റെ മസാലക്കൂട്ടുണ്ടല്ലോ, അത് കുറേശ്ശെ എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതാ ഉള്ളം കയ്യിൽ വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഞാനിവിടെ ഓവൽ ഷേപ്പിലാണ് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് ഓരോന്നും എടുത്തിട്ട് മൈദ മിക്സിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് റവയും കോൺഫ്ലോറും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്ത് കൂടി എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ കട്ട്ലറ്റുകളായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് റവ കൊണ്ടാണ് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് സമയം കൂടുതൽ വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. ഇനി ഇത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടോ, 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള കപ്പ കട്ട്ലറ്റ് റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇതുപോലെ മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ പുറമേക്ക് നോക്കിയാൽ ഡബിൾ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തൊരു ടേസ്റ്റാണെന്നറിയാം ഇത് കഴിക്കാൻ. ഒരിക്കൽ നിങ്ങൾ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കും. ഒട്ടും എണ്ണമയൊന്നും ഇല്ലാത്തൊരു കട്ട്ലറ്റ് കൂടിയാണിത്. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി കപ്പ കട്ട്ലറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.